ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. KGB അഥവാ കേരള ഗ്രാമീൺ ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ KGBയുടെ തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ മറ്റൊരാളുടെ അക്കൗണ്ടിലേക്കോ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനായി അവിടെ ഒരു ക്യാഷ് ഡെപ്പോസിറ്റ് സ്ലിപ്പ് അഥവാ ക്യാഷ് ഡെപ്പോസിറ്റ് ഫോം പൂരിപ്പിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതെങ്ങനെ പൂരിപ്പിക്കാമെന്ന് ഈ വീഡിയോയിലൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഈ ഫോം മുഴുവനായിട്ടും എങ്ങനെ പൂരിപ്പിക്കാം, അല്ലെങ്കിൽ നിർബന്ധമായിട്ടും പൂരിപ്പിക്കേണ്ട കാര്യങ്ങൾ മാത്രം പൂരിപ്പിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാം, മലയാളത്തിൽ എങ്ങനെ ചെയ്യാം, ഇംഗ്ലീഷിൽ എങ്ങനെ ചെയ്യാം, മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് ഇത് പൂരിപ്പിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഈ വീഡിയോയിലുണ്ട്. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കണ്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാം. കേരള ഗ്രാമീൺ ബാങ്കിൽ നൽകി വരാറുള്ള വിവിധ തരം ഫോമുകൾ എങ്ങനെ പൂരിപ്പിക്കാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോകളൊക്കെ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോകളുടെ പ്ലേലിസ്റ്റിൻ്റെ തമ്പുനയിൽ ഈ വീഡിയോയുടെ അവസാന സ്ക്രീനിൽ വരുന്നതാണ്. അതേപോലെ ഇവിടെ കാണുന്ന ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അവയിൽ പ്രസ് ചെയ്ത് യൂസ്ഫുള്ളായ ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും പ്രയോജനപ്പെടാനായി വീഡിയോയ്ക്ക് താഴെ കാണുന്ന ഷെയർ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലൂടെയും ഒക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് അവർക്കൊക്കെ ഷെയർ ചെയ്യാം. അതുപോലെ യൂസ്ഫുള്ളായ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുത്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ മറക്കരുത്. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് തന്നെ വരുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോകളൊക്കെ യൂട്യൂബിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ആ ഫോം എങ്ങനെ പൂരിപ്പിക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ക്യാഷ് ഡെപ്പോസിറ്റ് ഫോം. ആദ്യം നമ്മുടെ അക്കൗണ്ടിലേക്കാണെങ്കിൽ ഇംഗ്ലീഷിൽ എങ്ങനെ ഇത് പൂരിപ്പിക്കാമെന്ന് നോക്കാം. ഈ ഫോമിലെ എല്ലാ കാര്യങ്ങളും എങ്ങനെ പൂരിപ്പിക്കാമെന്ന് ഞാൻ ആദ്യം കാണിക്കാം. അതിനുശേഷം നിർബന്ധമായും പൂരിപ്പിക്കേണ്ട കാര്യങ്ങൾ മാത്രം എങ്ങനെ പൂരിപ്പിക്കാമെന്ന് ഞാൻ പിന്നെ കാണിക്കാം. ആദ്യം തന്നെ ഫോമിൻ്റെ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് ഡേറ്റ് എന്ന ഓപ്ഷനാണ്. അവിടെ നമ്മളിത് പൂരിപ്പിച്ച് ബാങ്കിൽ സമർപ്പിക്കുന്ന ഡേറ്റ് ആണ് എഴുതേണ്ടത്. ഞാനിത് സമർപ്പിക്കുന്നത് 6-ാം തീയതി ഏപ്രിൽ മാസം 2025 ആണെങ്കിൽ 6/4/2025 എന്ന് ഇതുപോലെ എഴുതുന്നു. ഇനി അതിന്റെ ലെഫ്റ്റ് സൈഡിൽ ബ്രാഞ്ച് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. മിക്കവാറും ഈ ഫോം നൽകിയ ബാങ്ക് തന്നെ അവിടെ ബ്രാഞ്ചും സീൽ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ അവർ സീൽ ചെയ്തിട്ടില്ലെങ്കിൽ മാത്രം ആ ബ്രാഞ്ച് ഏതാണോ അതിവിടെ എഴുതണം. ഇപ്പൊ ഉദാഹരണത്തിന് ഞാനിത് ചിറ്റൂർ ബ്രാഞ്ചിലാണ് സമർപ്പിക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ചിറ്റൂർ എന്ന് എഴുതുന്നു. ഇനി അതിന്റെ താഴെ ടൈപ്പ് ഓഫ് അക്കൗണ്ട് എന്ന ഭാഗത്ത് നെയിം ഓഫ് അക്കൗണ്ട് ഹോൾഡർ എന്ന് ചോദിച്ചിരിക്കുന്നു. അപ്പൊ ആരുടെ അക്കൗണ്ടിലേക്കാണോ നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ആ വ്യക്തിയുടെ പേരാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ എൻ്റെ അക്കൗണ്ടിലേക്ക് തന്നെയാണല്ലോ ഞാൻ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ പേര് ഇവിടെ എഴുതുന്നു. പേരെഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ അക്കൗണ്ട് തുടങ്ങുന്ന സമയത്ത് ബാങ്കിൽ എന്ത് പേരാണോ കൊടുത്തിരിക്കുന്നത് ആ പേരാണ് ഇവിടെ എഴുതേണ്ടത്. അതായത് ബാങ്ക് പാസ്ബുക്കിൽ നിങ്ങളുടെ പേര് എന്താണോ ഉള്ളത് അതാണ് ഇവിടെ എഴുതേണ്ടത്. ഇനി അതിൻ്റെ താഴെ അക്കൗണ്ട് നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കേരള ഗ്രാമീൺ ബാങ്കിലെ നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ നമ്പറാണ് ഇവിടെ എഴുതേണ്ടത്. അത് നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്കിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ എൻ്റെ പാസ്ബുക്കിൽ 14 അക്കങ്ങളുള്ള അക്കൗണ്ട് നമ്പറാണ് ഉള്ളത്. അത് ഞാൻ ഇവിടെ എഴുതുന്നു. നിങ്ങൾ അക്കൗണ്ട് നമ്പർ എഴുതുമ്പോൾ തെറ്റിക്കാതെ എഴുതണം കേട്ടോ. കാരണം ബാങ്ക് പാസ്ബുക്കിൽ എന്താണോ അക്കൗണ്ട് നമ്പർ ക്രമത്തിൽ കൊടുത്തിരിക്കുന്നത് അത് തന്നെ എഴുതുക. കാരണം അതിലേക്കാണല്ലോ, അതായത് നമ്മുടെ അക്കൗണ്ടിലേക്കാണല്ലോ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പൊ തെറ്റിപ്പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ആവില്ല. ഇനി അതിന് താഴെ എമൗണ്ട് ആണ്. അതിന്റെ റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ എത്ര രൂപയാണോ ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നത് അത് അക്കത്തിലും അതേപോലെ വേർഡ്സിലും എഴുതണം. ആദ്യം അക്കത്തിലാണ് എഴുതേണ്ടത്. അപ്പൊ ഞാൻ 60,000 രൂപയാണ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അക്കത്തിൽ ഇവിടെ 60,000 എന്ന് എഴുതുന്നു. അങ്ങനെ അക്കത്തിൽ എഴുതി കഴിഞ്ഞിട്ട് അതിന്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബാർ ഇട്ടിട്ട് ഇതുപോലെ ഒരു 2 വരകൾ ഇട്ട് കഴിഞ്ഞാൽ അത്ര രൂപയേ ഉള്ളൂ, ഓൺലി എന്നതിന്റെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അക്കത്തിൽ എഴുതുമ്പോൾ നമ്മൾ അങ്ങനെ വരയ്ക്കുന്നത്. അതങ്ങനെ വരയ്ക്കുന്നത് നല്ലതാണ്. ഇനി അതിന്റെ തൊട്ടിപ്പുറത്ത് റുപ്പീസ് എന്ന ഭാഗത്ത് വേർഡ്സിൽ എഴുതുന്നു 60,000 ഓൺലി എന്നാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പൊ ഞാൻ ഇവിടെ 60,000 എന്ന് എഴുതിയിട്ടുണ്ട്. അതിന്റെ റൈറ്റ് സൈഡിൽ തന്നെ ഓൺലി എന്ന് ആ ഫോമിൽ തന്നെ പ്രിന്റ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഓൺലി എന്ന് എഴുതിയിട്ടില്ല. പക്ഷേ ഓൺലി എന്നുകൂടി നമ്മൾ ഇവിടെ എഴുതുന്നത് നല്ലതാണ്. ഇനി അതിന്റെ താഴെ സീൽ എന്ന ഭാഗത്ത് നമ്മൾ ഒന്നും ചെയ്യാനില്ല. അതിൻ്റെയും താഴെ നെയിം ഓഫ് റെമിറ്റർ ആണ്. അതായത് പണം അടയ്ക്കുന്ന ആൾ ആരാണോ അയാളുടെ പേരാണ് എഴുതേണ്ടത്. അപ്പൊ ഞാൻ എൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ തന്നെയാണല്ലോ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പൊ എൻ്റെ പേര് തന്നെയാണ് അവിടെ എഴുതേണ്ടത്. ഇനി അതിൻ്റെ താഴെ പണമടയ്ക്കുന്ന ആൾ ആരാണോ അയാളുടെ പാൻ കാർഡ് നമ്പറാണ് എഴുതേണ്ടത്. അപ്പോൾ എൻ്റെ പാൻ നമ്പർ ഞാനിവിടെ എഴുതുന്നു. ഇനി അതിൻ്റെ താഴെ സിഗ്നേച്ചർ ഓഫ് റെമിറ്റർ, പണമടയ്ക്കുന്ന ആളുടെ ഒപ്പ്. അപ്പം ഞാൻ എൻ്റെ ഒപ്പ് ഇവിടെ ഇടുന്നു. ഇത്രയും പൂരിപ്പിച്ചു കഴിഞ്ഞാൽ ഫോമിൻ്റെ ഇടത് ഭാഗത്ത് മധ്യത്തിലായിട്ട് നമ്മൾ കൊണ്ടുപോയിരിക്കുന്ന കറൻസികളുടെ കൃത്യമായ വിവരങ്ങൾ എഴുതാനുള്ള കോളങ്ങളാണ്.
ഇവിടെ ഡിനോമിനേഷൻ എന്ന ഭാഗത്ത് അതിൻ്റെ താഴെയായിട്ട് 2000 മുതൽ 20 രൂപ വരെയുള്ള കറൻസികളുടെ വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2000ൻ്റെ കറൻസി ഇപ്പോൾ ഇല്ലല്ലോ, അത് വിട്ടേക്കാം. ഇനി 500 ഇൻറ്റു എന്ന് കൊടുത്തിട്ടില്ലേ, അതിൻ്റെ തൊട്ടിപ്പുറത്തെ കോളത്തിൽ 500 രൂപയുടെ എത്ര കറൻസിയാണ് നമ്മുടെ കൈവശം ഉള്ളത് എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ 500ൻ്റെ 100 കറൻസി എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ 100 എന്നിവിടെ എഴുതിയിട്ടുണ്ട്. 500 ഇൻറ്റു 100 എത്രയാണ്? 50,000. അപ്പോൾ 50,000 രൂപയ്ക്കുള്ള 500ൻ്റെ 100 കറൻസികൾ എൻ്റെ കൈവശമുണ്ടെന്ന് അർത്ഥം. അപ്പോൾ 500 ഇൻറ്റു 100 എന്നതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന കോളത്തിൽ 50,000 എന്ന് ഞാൻ ഇതുപോലെ എഴുതണം. ഇപ്പോൾ കാര്യം മനസ്സിലായില്ലേ? അപ്പോൾ അതേപോലെ തന്നെയാണ് താഴെ കാണുന്ന കറൻസികളെ കുറിച്ചുള്ള വിവരങ്ങളും നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഞാനതൊന്ന് സ്പീഡിൽ കാണിക്കുകയാണ്. 200ൻ്റെ 10 കറൻസികൾ അപ്പോൾ 2000. 100ൻ്റെ 60 കറൻസികൾ അപ്പോൾ 6000. 50ൻ്റെ 30 കറൻസികൾ അപ്പോൾ 1500. 20 രൂപയുടെ 25 കറൻസികൾ അപ്പോൾ 500. അപ്പം നിങ്ങളുടെ കൈവശമുള്ള കറൻസികൾ എത്രയൊക്കെയാണോ ഉള്ളത് അത് ഇതുപോലെ എഴുതുക. ഇനി ആ 20ൻ്റെ താഴെ 2 കോളങ്ങളില്ലേ, അവിടെ 10 രൂപയുടെയും അതേപോലെ 5 രൂപയുടെയും ഒക്കെ കറൻസികൾ നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ അതും അവിടെ എഴുതിയിട്ട് അത് എത്ര എണ്ണമാണെന്ന് അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള കോളത്തിൽ എഴുതിയിട്ട് അതിൻ്റെ ടോട്ടല് നിങ്ങൾക്ക് ഇപ്പുറത്ത് പൂരിപ്പിക്കാവുന്നതാണ്. ഇനി അതിൻ്റെയും താഴെ കോയിൻസ് എന്ന് കാണുന്നില്ലേ, അപ്പം നിങ്ങൾ 10 രൂപയുടെയോ 5 രൂപയുടെയോ ഒക്കെ കോയിൻസുകളാണ് ഡെപ്പോസിറ്റ് ചെയ്യാനായി കൊണ്ടുപോയിരിക്കുന്നതെങ്കിൽ അത് എത്ര എണ്ണമെന്ന് അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള കോളത്തിൽ എഴുതുക. എന്നിട്ട് അതിൻ്റെ ടോട്ടൽ എത്രയെന്ന് അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള കോളത്തിലും എഴുതുക. ഇനി അതൊക്കെ പൂരിപ്പിച്ച് കഴിഞ്ഞാൽ ആ കോയിൻസ് എന്നതിൻ്റെ താഴെ ടോട്ടൽ എന്ന ഓപ്ഷൻ കാണുന്നില്ലേ, അതിൻ്റെ നേരെ റൈറ്റ് സൈഡിൽ, അതായത് ആ എമൗണ്ട് എന്ന കോളത്തിൽ ഏറ്റവും താഴെയായിട്ട് ആ സംഖ്യ ടോട്ടൽ എത്രയാണോ അത് എഴുതണം. അപ്പോൾ 60,000 രൂപയാണ് ഞാനിത് മൊത്തം കൂട്ടുമ്പോൾ വരുന്നത്. അത് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നിങ്ങൾ കൊണ്ടുപോയിരിക്കുന്ന കറൻസികളിൽ 500 മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ 500ഉം 200ഉം 100ഉം മാത്രമേ ഉള്ളൂ എങ്കിൽ അവ എത്രയാണെന്ന് ഇതുപോലെ എഴുതിയിട്ട് അതിൻ്റെ ടോട്ടൽ താഴെ ഇവിടെ എഴുതിയാൽ മതിയാകും. അപ്പോൾ ഈ രീതിയിലാണ് കറൻസികളെ കുറിച്ചുള്ള വിവരങ്ങൾ ഇവിടെ നമ്മൾ പൂരിപ്പിക്കേണ്ടത്. ഇനി അതിൻ്റെ ഇടത് ഭാഗത്തുള്ള കാര്യങ്ങൾ നമ്മൾ പൂരിപ്പിക്കാനുണ്ട്. ആദ്യം തന്നെ ബ്രാഞ്ച് ആണ്. അപ്പോൾ ഞാൻ ചിറ്റൂർ എന്ന് എഴുതി, അതിൻ്റെ താഴെ ഡേറ്റും എഴുതി. ഇനി അതിൻ്റെയും താഴെ റിസീവ്ഡ് ഫ്രം, അതെന്താണെന്ന് വെച്ചാൽ പണമടയ്ക്കുന്ന ആൾ ആരാണോ അയാളുടെ പേര്. ഇപ്പം ഞാൻ തന്നെയാണല്ലോ പണമടയ്ക്കുന്നത്, അപ്പോൾ എൻ്റെ പേര് എഴുതി. ഇനി അതിൻ്റെ താഴെ ബൈ ക്യാഷ് ചെക്ക് നമ്പർ. ഇവിടെ മറ്റൊരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം. നമ്മൾ ചെക്ക് പൂരിപ്പിച്ചുകൊണ്ട് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്തും ഈ ഫോം പൂരിപ്പിച്ച് കൊടുക്കാറുണ്ട്. അങ്ങനെ പൂരിപ്പിക്കുന്ന സമയത്ത് ആ ചെക്കിലെ നമ്പർ ഇവിടെ എഴുതാനാണ് ചെക്ക് നമ്പർ എന്ന ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ചെക്ക് വഴിയല്ലാതെ ക്യാഷ് ഡയറക്റ്റ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ഈ ഫോം പൂരിപ്പിക്കാം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ചെക്ക് നമ്പർ എന്ന ഭാഗത്ത് നമ്മൾ ക്യാഷ് എന്ന് എഴുതിയാൽ മതിയാവും. കാരണം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ക്യാഷ് ആണല്ലോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്യാഷ് എന്ന് എഴുതുക. ഇനി അതിൻ്റെ താഴെ ഡ്രോൺ ഓൺ ബാങ്ക് ആൻഡ് ബ്രാഞ്ച് എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഏത് ബാങ്കിലേക്കാണ്, ഇപ്പം നമ്മളിത് കേരള ഗ്രാമീൺ ബാങ്കിലാണല്ലോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ KGB എന്ന് എഴുതണം. അതിൻ്റെ ബ്രാഞ്ച് ഏതാണ്, ആ ബ്രാഞ്ച് മുകളിൽ തന്നെ നമ്മൾ എഴുതിയിട്ടുണ്ടല്ലോ, അത് തന്നെയാണ് എഴുതേണ്ടത്. അപ്പോൾ KGB ചിറ്റൂർ എന്ന് ഞാനിവിടെ എഴുതുന്നു. ഇനി അതിൻ്റെ റൈറ്റ് സൈഡിൽ ക്യാഷ് എത്രയാണെന്ന് അക്കത്തിൽ എഴുതുന്നു, അതിൻ്റെ താഴെ വേർഡ്സിലും എഴുതുന്നു. ഇനി അതിൻ്റെ താഴെ ടുവാർഡ്സ് ദ ക്രെഡിറ്റ് ഓഫ്, അതായത് ആരുടെ അക്കൗണ്ടിലേക്കാണോ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അയാളുടെ പേര്. ഇപ്പം എൻ്റെ അക്കൗണ്ടിലേക്ക് തന്നെ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് കൊണ്ട് എൻ്റെ പേരാണ് എഴുതേണ്ടത്. ഇനി അതിൻ്റെയും താഴെ അക്കൗണ്ട് നമ്പർ, ഏത് അക്കൗണ്ടിലേക്കാണോ നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, അപ്പോൾ എൻ്റെ അക്കൗണ്ട് നമ്പർ ഞാനിവിടെ എഴുതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ രീതിയിലാണ് ഈ ഫോം പൂരിപ്പിക്കേണ്ടത്. പക്ഷേ ഈ ഫോമിലുള്ള എല്ലാ കാര്യങ്ങളും എങ്ങനെ പൂരിപ്പിക്കണമെന്ന് ഞാനൊന്ന് കാണിച്ചതാണ്. പക്ഷേ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പൂരിപ്പിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ നിർബന്ധമായും പൂരിപ്പിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാനിവിടെ ഒന്ന് കാണിക്കാം. ഇപ്പോൾ ഈ ഫോമിൽ കണ്ടില്ലേ, ഡേറ്റ് എഴുതി, ബ്രാഞ്ച് എഴുതി, അതേപോലെ അക്കൗണ്ട് ഹോൾഡർ നെയിം, അക്കൗണ്ട് നമ്പർ, പിന്നെ ക്യാഷ് അക്കത്തിൽ വേർഡ്സിലൊക്കെ എഴുതിയിട്ടുണ്ട്. ഇനി അതിൻ്റെ താഴെ നെയിം ഓഫ് റെമിറ്റർ എന്ന് കാണിച്ചിട്ടില്ലേ, ആ ഭാഗത്ത് പണമടയ്ക്കേണ്ട ആളുടെ പേര്, അത് നമ്മുടെ പേര് തന്നെയാണല്ലോ, അത് മുകളിൽ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് അവിടെ എഴുതണമെന്ന് നിർബന്ധമില്ല. പിന്നെ അതിൻ്റെ താഴെ പാൻ കാർഡ് നമ്പർ, അതും എഴുതണമെന്ന് നിർബന്ധമില്ല. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, 50,000 രൂപയ്ക്ക് മുകളിലൊരു സംഖ്യയാണ് നിങ്ങൾ ഈ രീതിയിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടുമായിട്ട് നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ ലിങ്ക് ചെയ്തിട്ടില്ല എങ്കിൽ ആ ക്യാഷ് ഡെപ്പോസിറ്റ്
ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ പൂരിപ്പിച്ച ഫോമും ക്യാഷും നിങ്ങൾ ബാങ്കിലെ കാഷ്യറുടെ കയ്യിൽ കൊടുക്കുന്ന സമയത്ത് അയാൾ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ കമ്പ്യൂട്ടറിൽ ഓപ്പൺ ചെയ്ത് നോക്കും. അപ്പൊ നിങ്ങളുടെ അക്കൗണ്ടുമായിട്ട് നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ ലിങ്ക് ചെയ്തിട്ടില്ല എങ്കിൽ ആ ക്യാഷ് അയാൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ 50,000 രൂപയ്ക്ക് താഴെ ഒരു സംഖ്യയാണെങ്കിൽ അയാൾക്ക് എന്തായാലും അത് ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ നിങ്ങളുടെ അക്കൗണ്ടുമായിട്ട് നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ ലിങ്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ ബാങ്കിൽ അത് കൊടുത്ത് നിങ്ങൾ നേരത്തെ ചെയ്തിരിക്കണം. അപ്പൊ ഈ രീതിയിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തന്നെയാണ് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ പാൻ നമ്പർ എന്ന ഓപ്ഷന്റെ ഭാഗത്ത് നമ്മുടെ പാൻ കാർഡ് നമ്പർ എഴുതിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ പറഞ്ഞ പോലെയാണ് കാര്യങ്ങൾ സംഭവിക്കുക. അപ്പൊ അതുകൊണ്ട് ഇവിടെ പാൻ നമ്പർ എഴുതേണ്ട നിർബന്ധമില്ല. പക്ഷെ അതിന്റെ താഴെ സിഗ്നേച്ചർ ഓഫ് റെമിറ്റർ എന്ന് ചോദിച്ച ഭാഗത്ത് നമ്മൾ എന്തായാലും ഇതുപോലെ സൈൻ ചെയ്തിരിക്കണം. പിന്നെ അതിന്റെ ഇപ്പുറത്ത് കറൻസിയുടെ വിവരങ്ങൾ എഴുതുന്ന ഭാഗത്ത് എന്തായാലും നമ്മൾ ഇതുപോലെ കറൻസികളെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എഴുതേണ്ടതാണ്. പക്ഷെ പലർക്കും ഇത് എഴുതാൻ അറിയില്ല. അറിയാത്തത് കൊണ്ട് തന്നെ അവർ എഴുതാതെ ഈ സ്ലിപ്പ് കാഷ്യറുടെ കയ്യിൽ കൊടുക്കുമ്പോൾ കാഷ്യർ സ്വീകരിക്കാറുണ്ട്. ചിലവർ സ്വീകരിക്കില്ല, അത് എഴുതിയിട്ട് വരാൻ പറയും. അപ്പൊ ഈ രീതിയിലാണ് എഴുതേണ്ടത്. ഇനി അതിന്റെ ഇപ്പുറത്തെ ഭാഗത്ത് കൗണ്ടർ സ്ലിപ്പാണ് ശരിക്ക്. അത് നമുക്ക് കീറി അവർ സീല് വെച്ചിട്ട് നമ്മുടെ കയ്യിലേക്ക് തന്നെ തിരിച്ചു തരുന്നതാണ്. അപ്പൊ അതും നമ്മൾ പൂരിപ്പിക്കേണ്ടതുണ്ട്. പക്ഷെ എല്ലാ കാര്യങ്ങളും പൂരിപ്പിക്കേണ്ടതില്ല. അപ്പൊ ഇവിടെ ബ്രാഞ്ച്, ഡേറ്റ്, അതേപോലെ പേര്, പിന്നെ അതിന്റെ താഴെയുള്ള കാര്യങ്ങൾ പൂരിപ്പിക്കേണ്ട. അതിന്റെ താഴെ അക്കത്തിലും വേർഡ്സിലും എന്തായാലും നമ്മൾ ക്യാഷ് എഴുതേണ്ടതാണ്. പിന്നെ അതിൻ്റെയും താഴെ അക്കൗണ്ട് നമ്പറും നമ്മൾ എന്തായാലും എഴുതേണ്ടതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിർബന്ധമായും നമ്മൾ എഴുതിയിരിക്കേണ്ടത്. ഇനി നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഈ ഫോം മലയാളത്തിൽ എങ്ങനെ പൂരിപ്പിക്കാമെന്ന് ഞാനൊന്ന് വേഗത്തിൽ കാണിക്കാം. അപ്പൊ ഇവിടെ ഡേറ്റ്, അതേപോലെ ബ്രാഞ്ച് ചിറ്റൂർ എന്ന് മലയാളത്തിൽ എഴുതി, പിന്നെ അക്കൗണ്ട് ഹോൾഡറുടെ ഭാഗത്ത് എൻ്റെ പേര് മലയാളത്തിൽ എഴുതി, പിന്നെ അതിൻ്റെ താഴെ അക്കൗണ്ട് നമ്പർ, പിന്നെ ക്യാഷ് അക്കത്തിൽ എഴുതിയിട്ട് അതിൻ്റെ തൊട്ടിപ്പുറത്ത് അക്ഷരത്തിലാണ് നമ്മൾ ക്യാഷ് എത്രയാണെന്ന് എഴുതുന്നത്. 60,000 ഓൺലി എന്ന് ഞാൻ ഇംഗ്ലീഷിൽ എഴുതിയത് 60,000 മാത്രം എന്ന് ഇതുപോലെ എഴുതണം. അപ്പം നിങ്ങൾ എത്ര രൂപയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ആ ക്യാഷ് എത്രയാണെന്ന് എഴുതിയിട്ട് അതിൻ്റെ ഒപ്പം മാത്രം എന്നുകൂടി ഇതുപോലെ ചേർക്കുക. ഇനി നെയിം ഓഫ് റെമിറ്റർ പി മാർട്ടിൻ, അതിന്റെ താഴെ പാൻ കാർഡ് നമ്പർ, പിന്നെ സൈനും ചെയ്തിട്ടുണ്ട്. ഈ ഫോമിൽ സീല് ഫോർ ഓഫീസ് യൂസ് എന്നൊക്കെ കാണുന്നില്ലേ, ആ ഭാഗത്തൊന്നും നമ്മളൊന്നും എഴുതേണ്ടതില്ല. ഇനി ഫോമിന്റെ ഇടതുഭാഗത്ത് കറൻസികളുടെ വിവരങ്ങൾ എഴുതി. ഇനി അതിൻ്റെയും ഇടതുഭാഗത്ത് ബ്രാഞ്ച് മലയാളത്തിൽ ചിറ്റൂർ എന്ന് എഴുതി, അതേപോലെ എൻ്റെ പേരും മലയാളത്തിൽ എഴുതി, പിന്നെ ക്യാഷ് എത്രയാണെന്ന് അക്ഷരത്തിൽ എഴുതി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ. ഇനി മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അയാളുടെ ബ്രാഞ്ച് നമ്മളുടെ തന്നെ ആ ബ്രാഞ്ച് ആണെങ്കിലും അല്ല വേറൊരു സ്ഥലത്തുള്ള KGBയുടെ മറ്റൊരു ബ്രാഞ്ച് ആണെങ്കിലും എങ്ങനെ നമുക്ക് ഈ ഫോം പൂരിപ്പിച്ചുകൊണ്ട് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം ഡേറ്റ് എഴുതി, പിന്നെ ഈ ഫോമിൽ ബാങ്ക് തന്നെ ബ്രാഞ്ച് ഏതാണെന്ന് അവിടെ സീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ എഴുതുന്നില്ല. പിന്നെ ഇവിടെ നെയിം ഓഫ് അക്കൗണ്ട് ഹോൾഡർ എന്ന ഭാഗത്തും അക്കൗണ്ട് നമ്പറിൻ്റെ ഭാഗത്തും നമ്മൾ ആർക്കാണോ ഈ ക്യാഷ് അയക്കുന്നത് അയാളുടെ പേരും അയാളുടെ അക്കൗണ്ട് നമ്പറുമാണ് എഴുതേണ്ടത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അല്ലാതെ നിങ്ങളുടെ പേരും നിങ്ങളുടെ അക്കൗണ്ട് നമ്പറൊന്നും എഴുതി വെച്ചേക്കരുത്. അങ്ങനെ എഴുതിയാൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്കായിരിക്കും ആ ക്യാഷ് ഡെപ്പോസിറ്റ് ആവുക. അപ്പൊ ഞാൻ വിജേഷ് എന്ന ഒരാൾക്കാണ് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതെന്ന് ഇരിക്കട്ടെ. അപ്പൊ വിജേഷ് എന്ന് ഞാൻ ഇവിടെ എഴുതി, അയാളുടെ അക്കൗണ്ട് നമ്പർ ഞാൻ ഇവിടെ എഴുതി. ഇനി നെയിം ഓഫ് റെമിറ്റർ എന്ന ഭാഗത്ത് പണമടയ്ക്കുന്ന ആള് ഞാനാണല്ലോ. അപ്പൊ അതുകൊണ്ട് എൻ്റെ പേര്, എൻ്റെ പാൻ കാർഡ് നമ്പർ, അതേപോലെ സൈൻ ചെയ്യുന്നത് ഞാനായിരിക്കണം. ഇപ്പൊ നെയിം ഓഫ് റെമിറ്റർ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചതെന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. പണമടയ്ക്കുന്ന ആളാണ് അവിടെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇനി ഇടതുഭാഗത്ത് കറൻസികളുടെ വിവരങ്ങൾ, അതിൻ്റെ ഇടതുഭാഗത്ത് ബ്രാഞ്ച്, ഡേറ്റ്, പിന്നെ റിസീവ്ഡ് ഫ്രം എന്ന ഭാഗത്ത് വിജേഷ് എന്നല്ല ഞാൻ എഴുതേണ്ടത്, എൻ്റെ പേരാണ് എഴുതേണ്ടത്. കാരണം ഞാനാണല്ലോ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ പേര് എഴുതണം. പിന്നെ അക്കത്തിലും വേർഡ്സിലും ക്യാഷ് എഴുതിയ ശേഷം അതിൻ്റെ താഴെ ടുവേർഡ്സ് ദ ക്രെഡിറ്റ് ഓഫ് എന്ന് കാണുന്നില്ലേ, ആരുടെ അക്കൗണ്ടിലേക്കാണോ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് അയാളുടെ പേര്. അപ്പൊ ഞാൻ ഇവിടെ വിജേഷ് എന്നാണ് എഴുതേണ്ടത്. പിന്നെ അതിന്റെ താഴെ അക്കൗണ്ട് നമ്പറും വിജേഷിന്റെ അക്കൗണ്ട് നമ്പറാണ് എഴുതേണ്ടത്. അപ്പൊ നമ്മുടെ അക്കൗണ്ടിലേക്കാണെങ്കിലും മറ്റൊരാളുടെ അക്കൗണ്ടിലേക്കാണെങ്കിലും ഈ ഫോം പൂരിപ്പിക്കുമ്പോൾ ഉള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമായി മനസ്സിലായില്ലേ. നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നെയിം ഓഫ് റെമിറ്റർ എന്ന ഭാഗത്ത് നമ്മുടെ പേര് എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അവിടെ നമ്മുടെ പേര് എഴുതേണ്ടത് നിർബന്ധമാണ്. അതേപോലെ തന്നെ അതിൻ്റെ താഴെ നമ്മുടെ പാൻ കാർഡ് നമ്പറും എഴുതണമെന്ന് തന്നെയാണ്. പക്ഷേ പാൻ നമ്പർ എഴുതാതെ ബാങ്കിൽ നമ്മൾ ഈ ഫോം കൊടുത്താലും ബാങ്ക് സ്വീകരിക്കാറുണ്ട്. അപ്പോൾ ഈ രീതികളിലൊക്കെയാണ് ഈ ഫോം പൂരിപ്പിക്കേണ്ടത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലെയിംസ് ആൻഡ് ഹാപ്പിനെസ്സിൽ നിന്ന് ബൈ.